സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ പ്രധാനപ്പെട്ട MCQs നമ്മുടെ RRBയിലും SSCയിലും അതുപോലെ കേരള PSയിലൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പല എക്സാമിനും ചോദിച്ചിട്ടുള്ള പല പ്രീവിയസ് MCQs ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറും ക്വസ്റ്റ്യൻസ് നോക്കി അതിന് ആൻസർ പറയുകയല്ല, നമ്മൾ ഓരോന്നിൻ്റെയും കോൺസെപ്റ്റും കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു റിവിഷൻ പോലെ നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഓരോതിൻ്റെയും കോൺസെപ്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മളിനി ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാക്കിയ ഈ ഒരു പ്രോബ്ലം ആയിരിക്കും, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ യൂട്യൂബ് മാനോമീറ്റർ ഫിൽഡ് വിത്ത് മെർക്കുറി ആൻഡ് മെഷറിംഗ് ദ പ്രഷർ ഓഫ് എയർ ഇൻ എ കണ്ടെയ്നർ. ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഓഫ് ദ two columns is 12 centimeter. If the specific weight of mercury is 13.6 kilogram per liter, then what is the pressure measured by the manometer? Okay, G equal to നമുക്ക് 10 meter per second square തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ സ്കിപ്പാക്കി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ലെങ്തി സെൻറ്റൻസ് എന്നുള്ള പ്രോബ്ലമൊക്കെ മിക്കവാറും എന്തായിരിക്കും, ഈസിയായി നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വലിയ പ്രോബ്ലംസ് എക്സാമിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പാക്കാൻ പാടില്ല. പെട്ടെന്ന് എന്ത് ചെയ്യുക, വായിച്ച് നോക്കിയിട്ട് നമ്മൾ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇന്ന യൂട്യൂബ് മാനോമീറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ മാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. അതായത് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു യു ഷേപ്പിലുള്ള ട്യൂബ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ യു ഷേപ്പിലുള്ള ട്യൂബ് ഉണ്ടായിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ രണ്ട് വ്യത്യസ്ത പൈപ്പിലെയോ അല്ലെങ്കിൽ ഒരേ പൈപ്പിൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത പോയിന്റിലെയോ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ഹൈറ്റിലുള്ള പൈപ്പിലെയോ ഇവിടെ പാസ് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാനൊക്കെ യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററാണ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇന്ന യൂട്യൂബ് മാനോമീറ്റർ ഫിൽഡ് വിത്ത് മെർക്കുറി. ഇപ്പോൾ നമുക്കറിയുന്ന നമ്മുടെ യൂട്യൂബിനകത്ത് എന്തുണ്ടായിരിക്കും, താഴെ ഉണ്ടായിരിക്കും നമ്മുടെ ഹെവി ലിക്വിഡാണ്. അതായത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഡെൻസിറ്റി ഉള്ള മെർക്കുറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഹൈ ഡെൻസിറ്റി അതുപോലെ തന്നെ ലോ സർഫസ് ടെൻഷനാണ് നമ്മുടെ മാനോമീറ്റർ ലിക്വിഡിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ ഏതൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്, ഹൈ ഡെൻസിറ്റിയും ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം, ലോ സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലുള്ള ഏതൊരു MCQ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് നമ്മുടെ മാനോമീറ്റർ ലിക്വിഡിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസാണ്. അതിൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ആൻസർ നമ്മൾ ഹൈ ഡെൻസിറ്റി ആയിരിക്കണം. ഓക്കെ, രണ്ടും കറക്റ്റ് തന്നെയാണ്, പക്ഷേ രണ്ടും ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹൈ ഡെൻസിറ്റിയാണ്. എന്നാൽ ചിലപ്പോൾ ബോത്ത് A ആൻഡ് B എന്നൊക്കെ പറയുന്ന കേസ് എന്ത് ചെയ്യുക, നമുക്ക് രണ്ടും ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ഉള്ള നമ്മളെ മെർക്കുറി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂഷൻ നോക്കാം, ബാക്കി നോക്കാം. ആൻഡ് മെഷറിങ് ദ പ്രഷർ ഓഫ് എയർ ഇൻ എ കണ്ടെയ്നർ. ശ്രദ്ധിക്കണം, ഒരു കണ്ടെയ്നറിനകത്തുള്ള എയർ ആണ് നമ്മൾ മെഷർ ചെയ്യാൻ പോണത്. ഓക്കെ, ഇതൊരു കണ്ടെയ്നർ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു കണ്ടെയ്നർ ആണെങ്കിൽ ആ കണ്ടെയ്നറിനകത്തുള്ള പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാനോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടെയ്നറിൻ്റെ ഒരു ഒരു യൂട്യൂബ് മാനോമീറ്റർ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഓഫ് ദ two columns is 12 centimeter അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ മാനോമീറ്റർ ലിക്വിഡ് ഉണ്ട് അല്ലേ, നമ്മുടെ ഇതിനകത്ത് മാനോമീറ്റർ ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ സെൻറ്റൻസ് എന്നാണ് ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഓഫ് ദ two columns അല്ലേ. 2 columns പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു കോളമാണ്, ഇത് മറ്റൊരു കോളമാണ് അല്ലേ. നമുക്ക് സാധാരണ ലെഫ്റ്റ് ലിമ്പെന്നും അതുപോലെ തന്നെ അതിനെ റൈറ്റ് ലിമ്പെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ലെഫ്റ്റ് ലിമ്പെന്നും പറയാറുണ്ട്, റൈറ്റ് ലിമ്പെന്നും പറയാറുണ്ട്. അപ്പം ആ രണ്ട് കോളത്തിനകത്തുള്ള ആ ഒരു മാനോമീറ്റർ ലിക്വിഡിൻ്റെ ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് 12 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിനകത്ത് ഇപ്പം ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും ഇവിടുന്ന് നമ്മൾ ആക്ട് ചെയ്യുന്ന പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറായിരിക്കും. പുറത്തുനിന്ന് അതിനകത്തേക്ക് നമ്മുടെ പീസോമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിനകത്തേക്ക് ആക്ട് ഉണ്ടായിരിക്കുക നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറായിരിക്കും. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറായിരിക്കും നമ്മുടെ ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്,
നമുക്ക് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ഈ നമ്മുടെ കണ്ടെയ്നറിനകത്തുള്ള എയറിൻ്റെ പ്രഷർ കൂടുമ്പോൾ എന്തായിരിക്കും, അത് ഇങ്ങോട്ട് ഇതിനെ പുഷ് ചെയ്യും. അതായത് ഇതിനകത്ത് മെർക്കുറി ഉണ്ടെങ്കിൽ എന്തായിരിക്കും, മെർക്കുറിൻ്റെ ലെവൽ ഇവിടെ താഴെയായിട്ട് വരും, ഇവിടെ മേലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസാണ് 12 സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് സാധാരണ നമ്മൾ ഓൾറെഡി നിങ്ങൾ തിയറി ക്ലാസ്സിൽ പഠിച്ച കാര്യമായിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ ടോപ്പിക് തന്നെയാണ് മാനോമീറ്ററിൻ്റെ കാര്യം. അതായത് പ്രഷർ മെഷർ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഇത് നമ്മുടെ മാനോമീറ്റർ ലിക്വിഡായിട്ടുള്ള മെർക്കുറി എന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ മാനോമീറ്റർ ലിക്വിഡിൻ്റെ ഡിഫറൻസാണ്, ഈ ഹൈറ്റ് ഡിഫറൻസാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുള്ളത്, 12 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. ഇഫ് ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് മെർക്കുറി ഈസ് 13.6. ഓക്കെ, നമുക്കറിയുന്നതാണ് നമ്മുടെ മെർക്കുറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയുന്നില്ല, 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട് 13.6 കിലോഗ്രാം പെർ ലിറ്ററിൽ തന്നിട്ടുണ്ട്. ഓക്കെ, കിലോഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ സ്പെസിഫിക്കേറ്റിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക, ലിറ്റർ എന്ത് ചെയ്യുക മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും ഇവിടെ കൺവേർഷൻ്റെ ആവശ്യം എന്ത് ചെയ്യുക, നമ്മൾ സ്പെസിഫിക് 13.6 നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതായത് 13,600 നമ്മുടെ മെർക്കുറിയുടെ ഡെൻസിറ്റി നമുക്കറിയാം. അതായത് 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇതിൽ വലിയ കൺഫ്യൂഷൻ വരാനില്ല. ഓക്കെ, 13.6 കിലോഗ്രാം പെർ ലിറ്റർ നോക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ക്വസ്റ്റിൻ്റെ ബാക്കി, ദെൻ വാട്ട് ഈസ് ദ പ്രഷർ മെഷേർഡ് ബൈ ദ മാനോമീറ്റർ. അതിൽ G = 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ മാനോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രഷറാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിൻ്റെ മീനിങ് മനസ്സിലായി വിചാരിക്കുന്നു. ഈ കാണുന്ന ഒരു കണ്ടെയ്നറിനകത്ത് എന്തുണ്ട്, എയർ ആണുള്ളത് അല്ലേ. അപ്പോൾ എയറിൻ്റെ പ്രഷർ കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഇതിനകത്തുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബിനകത്ത് മെർക്കുറി ഉണ്ട്, മെർക്കുറിൻ്റെ ലെവൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ലെവലുകൾ തമ്മിൽ ഇതൊരു കോളത്തിലെ ലെവലാണ്, ഇത് മറ്റൊരു കോളത്തിലെ ലെവലാണ്. ഇവർ തമ്മിൽ ഡിഫറൻസ് 12 സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇത്രയും ഡാറ്റാസ് വെച്ച് നമുക്ക് പ്രഷർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഡെൻസിറ്റി ഓഫ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം ഡെൻസിറ്റി അല്ലേ തന്നിരിക്കുന്നു. സ്പെസിഫിക് വെയിറ്റ് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ മെർക്കുറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്, 13.6. അതായത് നമുക്കറിയാം 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് നമ്മുടെ മെർക്കുറിൻ്റെ ഡെൻസിറ്റി. പിന്നെ ലെവൽ ഡിഫറൻസ് വന്നത് H നമുക്ക് എത്രയാണ്, 12 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ G നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വന്നിട്ടുണ്ട്. ഇത്രയും ഡാറ്റാസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ഡാറ്റാസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡാറ്റാസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും ഡാറ്റാസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അതായത് നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം, നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, നമുക്കറിയുന്ന ഇക്വേഷനാണ്. അതായത് P = ρGH എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, P = ρGH ലൊക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ പറ്റും. അതായത് P = ρGH എന്ന് പറയുമ്പോൾ റോയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 13,600 കൊടുക്കുക. ജീൻ്റെ സ്ഥാനത്ത് 10 വന്നിട്ടുണ്ട്, 10 കൊടുക്കുക. Hൻ്റെ സ്ഥാനത്ത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 12 സെൻറ്റിമീറ്റർ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം, 0.12. ഓക്കെ, ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരാം. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഉണ്ടായിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ആ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓപ്ഷനിൽ ഏത് യൂണിറ്റിലാണോ തന്നിട്ടുള്ളത് ആ യൂണിറ്റിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ വെച്ച് കിട്ടുന്ന ആൻസർ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ആ ആൻസർ എന്ത് ചെയ്യാം, ആ ആൻസർ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണോ ഉള്ളത് അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ നോക്കാം ബാറിലാണെന്നുള്ളത് അല്ലേ. ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസിലും ബാറുള്ളത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കുന്നത് എന്താണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ബാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁵ ബാറാണ്. ഓക്കെ, 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁵ ബാറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരിക എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 13,600 × 10 ×
12 ചെയ്ത് നോക്കുക, 0.12 ചെയ്ത് നോക്കുക, നമുക്ക് ആൻസർ ഇതായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ നമ്മളിവിടെ പറഞ്ഞാലേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 10⁵5 Nm/m² ആണ് എന്ത് 1 ബാർ കേട്ടോ. നേരെ തിരിച്ച് പറഞ്ഞുപോയി. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള കൺവേർഷൻ. 10⁵5 Nm/m² ആണ് 1 ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ആൻസർ കിട്ടുക 0.1632 ബാർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കിതിൽ കിട്ടുന്ന ആൻസർ എങ്ങനെ ഉണ്ടായിരിക്കുക, 16,320 Nm/m² ആണ് നമുക്ക് ആൻസർ കിട്ടുക. അതിന് നമ്മൾ ബാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, 10⁻⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 0.1632 എന്ന രീതിയിൽ നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത 33rd ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. ദ ടോട്ടൽ ഹെഡ് ഇൻ എ ഫ്ലോ ഈസ് ദ സം ഓഫ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചാണ്, നമ്മൾ ബെർണോളിസ് തിയറം പഠിക്കുന്നുണ്ട് അല്ലേ. ബെർണോളിസ് തിയറം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ പീസോമെട്രിക് ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് ഉണ്ട്, പീസോമെട്രിക് ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ് ഉണ്ട്, പീസോമെട്രിക് ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ് ഉണ്ട്, പീസോമെട്രിക് ഹെഡ്, വെലോസിറ്റി ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് പല ആളുകൾക്കും ഇതിൻ്റെ ആൻസർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മളതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മൾ പഠിച്ച കാര്യമാണ് ബെർണോളിസ് തിയറം അല്ലേ. അതായത് ബെർണോളിസ് തിയറം നമുക്കറിയാം എനർജി കൺവേർഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. എനർജി കൺവേർഷനാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളതിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ടോട്ടൽ ഹെഡ് അല്ലേ. ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഹെഡ്. പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ P/ρg പ്ലസ് നമ്മുടെ വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ്, അതായത് V²/2g പ്ലസ് അതുപോലെ നമ്മളെ പൊട്ടൻഷ്യൽ ഹെഡ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഹെഡാണ് നമുക്കിതിനെ നമ്മൾ Z വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. P/ρg പ്ലസ് V²/2g പ്ലസ് Z ആണ് നമ്മുടെ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് അല്ലേ. ടോട്ടൽ ഹെഡാണ് നമ്മുടെ ഈ പറയുന്ന കാര്യം. ഓക്കെ, ഇതാണ് നമ്മൾ ബെർണോളിസ് തിയറത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹെഡാണ് നമുക്കിവിടെ നമ്മുടെ ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചുള്ളത്, ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. എന്താണ്, നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ ഹെഡും ഓക്കെ, നമ്മുടെ ആ ഒരു പ്രഷർ ഹെഡും ഈ ഒരു പ്രഷർ ഹെഡും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡാറ്റം ഹെഡും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡും ഇവരുടെ സമ്മ് ഓക്കെ, ഇവരുടെ സമ്മ് എന്തായിരിക്കും, ഇവരുടെ സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇവർ തമ്മിൽ സമ്മ് ചെയ്ത് വിളിക്കുന്ന പേരാണ് പീസോമെട്രിക് ഹെഡ്. ഓക്കെ, പീസോമെട്രിക് ഹെഡാണ്, പീസോമെട്രിക് ഹെഡാണ്. ഓക്കെ, അതായത് പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് എന്താണ്, പീസോമെട്രിക് ഹെഡാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കാര്യം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്ഷൻസിൽ എന്താണെന്നുള്ളത് അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഒന്നെങ്കിൽ പ്രഷർ ഹെഡ് പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക പ്രഷർ ഹെഡ് പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡിന് വരെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റം ഹെഡെന്നോ അങ്ങനെ കൊടുക്കാൻ പറ്റും. അതുപോലെ കൈനറ്റിക് ഹെഡിന് വരെ എന്ത് ചെയ്യുക വെലോസിറ്റി ഹെഡെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഹെഡ് ഈ നമ്മുടെ ഈ പ്രഷർ ഹെഡും അതുപോലെ തന്നെ ഡാറ്റം ഹെഡും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന എന്താണ്, തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന നമുക്കറിയാം അത് നമ്മുടെ പീസോമെട്രിക് ഹെഡാണ്. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, പീസോമെട്രിക് ഹെഡ് പ്ലസ് നമ്മുടെ ബാക്കിയുള്ള ഇയാളും കൂടി അല്ലേ, പീസോമെട്രിക് ഹെഡും ഈ കൈനറ്റിക് ഹെഡും തമ്മിൽ കൂട്ടി എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ ടോട്ടൽ ഹെഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണോ ഓപ്ഷനിലുള്ളത് അത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ആൻസറിലേക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ഇവിടെ പീസോമെട്രിക് ഹെഡും ഉണ്ട്, അതുപോലെ ഡാറ്റം ഹെഡും ഉണ്ട് അല്ലേ. നമുക്കറിയാവുന്നതാണ് പീസോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, P/ρg അല്ലേ, P/ρg പ്ലസ് സെഡ് ആണ് പീസോമെട്രിക് ഹെഡ്. ഇതിൽ പീസോമെട്രിക് ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് പറഞ്ഞാൽ വീണ്ടും ഡാറ്റം ഹെഡ് അത് സെഡ് തന്നെയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഓപ്ഷൻ എ തെറ്റാന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ പീസോമെട്രിക് ഹെഡ് പറഞ്ഞാൽ P/ρg പ്ലസ് സെഡ് ആണ് ആൻഡ് പ്രഷർ ഹെഡ് അല്ലേ. പീസോമെട്രിക് ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ടോട്ടൽ ഹെഡ് ഇസ് ദ ടോട്ടൽ ഹെഡ് ഇൻ എ ഫ്ലോ ഇസ് സം ഓഫ് അല്ലേ. അപ്പോൾ പീസോമെട്രിക് ഹെഡും പ്രഷർ ഹെഡും എന്ന് പറയുമ്പോൾ വീണ്ടും പ്ലസ് എന്താണ്, നമ്മുടെ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ P/ρg തന്നെയാണ് അല്ലേ. അപ്പോൾ രണ്ട് പ്രാവശ്യം ഇവിടെ തന്നതും എന്താണ്, അതും തെറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ
ഓപ്ഷൻ ബിയും എന്താണ് തെറ്റാന്ന് പറയാൻ പറ്റും. ഇതും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. പീസോമെട്രിക് ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ്, അതായത് ഇത്രയും വരുന്ന പീസോമെട്രിക് ഹെഡാണ്. വെലോസിറ്റി ഹെഡ് പറഞ്ഞാൽ നമുക്ക് v²/2g ആണ് അല്ലേ. അപ്പോഴാണ് കറക്റ്റായിട്ട് വന്നുള്ളത്. അതായത് നമുക്കറിയാം എന്താണ് ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പീസോമെട്രിക് ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡാണ് നമ്മുടെ ടോട്ടൽ ഹെഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ ഓപ്ഷൻ നോക്കാം. എന്താ പറയുന്നത്? നാലാമത്തെ ഓപ്ഷനിൽ പറയുന്നത് പീസോമെട്രിക് ഹെഡ്. ഇപ്പോൾ നമുക്കറിയാം പീസോമെട്രിക് ഹെഡ് പറഞ്ഞാൽ p/ρg പ്ലസ് z ആണ്. അതുപോലെ പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റി ഹെഡ് അല്ലേ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ വെലോസിറ്റി ഹെഡ് കൂട്ടി, അതുവരെ കറക്റ്റാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? ആൻഡ് ഡാറ്റ ഉണ്ട്. അപ്പം പിന്നെ എന്താണ്? സെഡ് കൂട്ടണം അല്ലേ. അപ്പോൾ തെറ്റാണല്ലോ. ഇവിടെ ഓൾറെഡി സെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണ്ട? പിന്നെ നമ്മൾ ഡാറ്റ മിഡ് കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഇത്രയും ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ് അല്ലേ. അതായത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അത് ശരിയാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ആൻസർ അതാണ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇതേപോലെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ തിയറിയും കൂടി കോൺസെപ്റ്റും കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 34th ക്വസ്റ്റ്യൻ. ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്റ്റഡ് ടു എ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫ്ലൂയിഡ് വെലോസിറ്റി ഗീവ്സ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് ആൻസർ ഞാൻ പറയുന്നതിന് മുന്നേ കിട്ടുന്നുണ്ടോ നോക്കുക. നിങ്ങൾ പഠിച്ച ഐഡിയാസ് എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന മുന്നേ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്റ്റഡ് ടു എ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. ചിലപ്പോൾ നമ്മൾ പിറ്റോ ട്യൂബിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിറ്റോസ് ട്യൂബും അതുപോലെ സ്റ്റാറ്റിക് ട്യൂബും അതുപോലെ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി തിയറി ക്ലാസ്സിൽ കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം അല്ലേ എന്താണ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്, അതുപോലെ എന്താണ് പിറ്റോ ട്യൂബ്, അതുപോലെ എന്താണ് സ്റ്റാറ്റിക് ട്യൂബ് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഒരു പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്, പ്രത്യേകം ശ്രദ്ധിക്കണം, പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബാണ് കേട്ടോ. തെറ്റിപ്പോകാൻ പാടില്ല, തെറ്റാൻ ചാൻസ് ഉണ്ട്. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബാണ്. യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫ്ലൂയിഡ് വെലോസിറ്റി ഗീവ്സ്. അപ്പോൾ നമുക്ക് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന പ്രഷർ ഏതാണെന്ന് ചോദിച്ചുള്ളത്. ഓക്കെ, അതിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റിക് പ്രഷർ ഉണ്ട്, ടോട്ടൽ പ്രഷർ ഉണ്ട്, ഡൈനാമിക് പ്രഷർ ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രഷർ ആൻഡ് ഡൈനാമിക് പ്രഷർ ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഇതിപ്പോൾ പല ആളുകൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തിയറി ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞ പോലെ പിറ്റോ ട്യൂബ് ഉണ്ട് അല്ലേ, പിറ്റോ ട്യൂബ് ഉണ്ട്, നമ്മളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാറ്റിക് ട്യൂബ് ഉണ്ട് അല്ലേ, സ്റ്റാറ്റിക് ട്യൂബ് ഉണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. ഓക്കെ, പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് ഉണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ പറയാൻ പറ്റും. അതായത് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് പ്രഷർ അളക്കാനാണ്. ഓക്കെ, സ്റ്റാറ്റിക് പ്രഷർ എടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് പ്രഷർ എടുക്കാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിറ്റോ ട്യൂബ് അല്ലേ, പിറ്റോ ട്യൂബ് നമുക്ക് കിട്ടുന്നത് എന്താണ്? അത് കിട്ടുന്നത് നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. ഓക്കെ, സ്റ്റാഗ്നേഷൻ പോയിൻ്റുള്ള പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷറാണ് നമുക്ക് നമ്മുടെ പിറ്റോ ട്യൂബ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ നമ്മുടെ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബാണ്. ഓക്കെ, പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് പ്രഷറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഡൈനാമിക് പ്രഷറാണ് നമ്മുടെ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മുടെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. അതായത് നമ്മൾ മൂന്നും പറഞ്ഞു. പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ, അതുപോലെ സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് പ്രഷറാണ് മെഷർ ചെയ്യുക. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡൈനാമിക് പ്രഷറാണ് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൂന്നും മനസ്സിലാക്കി വെക്കാം, മൂന്നിൻ്റെയും ഫംഗ്ഷൻ മനസ്സിലാക്കി വെക്കാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷനിലേക്ക് പോയി വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചത് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബാണല്ലേ. ക്വസ്റ്റ്യൻ ചോദിച്ചത് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഡൈനാമിക് പ്രഷറാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് പ്രഷർ അറിയാം, എന്താണ്? സ്റ്റാറ്റിക് ട്യൂബ് ആയിരിക്കും. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. സ്റ്റാറ്റിക് പ്രഷർ, സ്റ്റാറ്റിക് ട്യൂബ്. ഓക്കെ, അതുപോലെ പിന്നെ സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ പിറ്റോട്ട് ട്യൂബാണ്. ഓക്കെ, അപ്പോൾ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ യൂസ് ചെയ്തത് ഡൈനാമിക് പ്രഷർ അളക്കാനാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആയിട്ടുള്ള ഡൈനാമിക് പ്രഷർ ആയിരിക്കും. ഓക്കെ,
ഓപ്ഷൻ സി ഡൈനാമിക് പ്രഷറാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൽ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അല്ലേ, 32ാമത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ 33 നമ്മളൊരു കോൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനെക്കുറിച്ചൊരു കോൺസെപ്റ്റ് നമുക്കറിയാത്ത ആളാവുമ്പോൾ എന്തായിരിക്കും നമുക്ക് തെറ്റാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇങ്ങനെ ഗസ് ചെയ്തൊന്നും ആൻസർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മുടെ പിറ്റോസ്റ്റാറ്റിക് ട്യൂബിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ട്യൂബിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് എന്താ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത് വരുന്ന നമ്മുടെ 35th ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കോൺസെപ്റ്റ് വൈസ് ക്ലാസ്സുകൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ചാനലിലും നമ്മുടെ ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ കോൺസെപ്റ്റ് പഠിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.